എത്ര നാളീ കടലില് ആലോചിച്ചിട്ട് എന്തോ നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ ഡീപ് സീ ഗിൽനെറ്റ് ബോട്ടിൽ നമ്മൾ ഈ പ്രാവശ്യവും പോയേണ്ട. അതും എത്ര നാളെന്നറിയില്ല, ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ട് എന്നാണ്ട ഇതിനെ പറയണത്. പരുവല ബോട്ട് എന്നും പറയും. അപ്പോൾ ഇത് നമ്മിപ്പോൾ കൊച്ചി തോപ്പുംപടി ഹാർബറിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഐസും അതുപോലെ തന്നെ ഡീസലും റേഷനെല്ലാം എടുത്തിട്ട് നേരെ നമ്മൾ പണിക്ക് പോട്ടെ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിലേക്ക് വേണ്ട ഐസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഈ ബോട്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മാസത്തോളമൊക്കെ കടലിൽ കിടക്കണതിൻ്റെ പേരിൽ നമ്മ ഏകദേശം ഒരു 1000 ബ്ലോക്ക് 1500 ബ്ലോക്ക് ഐസോളം നമ്മ ഈ ബോട്ടിനകത്ത് സ്റ്റോർ ചെയ്യട്ടാണ്. 1000 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 1,00,000 രൂപയ്ക്ക് മേളിലുള്ള ഐസ് നമ്മൾ എടുക്കേണ്ടത് ഈ ബോട്ടിനകത്ത്. കാരണം 30 ദിവസം എന്ന് പറയുമ്പോൾ ഐസ് നമുക്ക് മെയിനായിട്ട് വേണം. പിന്നെ ഈ ബോട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് തീർന്നാൽ മാത്രമേ ഇവർ കരക്ക് പോകണ്ട. അതിപ്പം മീൻ കിട്ടുന്നിടത്തോളം വരെയും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കാരണം ഇതിൽ ചിലവ് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിനുള്ള ചിലവും അതുപോലെ ഒരു ദിവസം വലയിടുമ്പോൾ ആകെ 150 ലിറ്റർ ഡീസൽ മാത്രമേ ഈ ബോട്ടിൽ വന്നെ ചിലവ് കുറവാണ് ഈ ബോട്ടിനകത്ത്. ചെറിയ എഞ്ചിനാണ്, 250 HP എഞ്ചിനാണ് വന്നെ. പിന്നെ വലിയ സ്പീഡിലൊന്നും വലിയ RPM വെച്ചൊന്നും ഈ ബോട്ട് പോകില്ല. ഒരു 4.5 5 6 അത്രയും സ്പീഡ്, അത്രയും 6 നോട്ടിക്കൽ മൈൽ സ്പീഡ് വരെ ഈ ബോട്ട് പോകുള്ളൂ കേട്ടോ ഓട്ടത്തിൽ. 14 അറയാണ് നമ്മുടെ ഈ ബോട്ടിനകത്തുള്ളത് കേട്ടോ. അപ്പം 14 അറ ഫുള്ള് ഐസ് അടിച്ച് ലോഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കടലിലേക്ക് ഇറങ്ങേണ്ട. നമസ്കാരം. അങ്ങനെ വീണ്ടും നമ്മൾ 30-32 ദിവസത്തെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടിരിക്കാണ്. ശരിക്കും ഈ ഒരു അഴി നമ്മിപ്പോ കൊച്ചിന്നാണ് പോണേ. ഈ ഒരു അഴി ഇറങ്ങി കടലിലേക്ക് പോകാൻ നേരത്തുണ്ടല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ പോണവർക്ക് മാത്രമല്ല കേട്ടാ, എല്ലാ ബോട്ടിൽ പോണവർക്കും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയാ, വീട്ടുകാരെ പ്രിയപ്പെട്ടവരെല്ലാം വിട്ടു പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഒരുക്കുള്ളൂ. അപ്പൊ നമുക്കുണ്ടാവും ഒരു വിഷമമൊക്കെ. പക്ഷെ അതെല്ലാം മറന്ന് നമ്മ നേരെ കടലിലേക്ക് ഇറങ്ങിയാണ്. ഏകദേശം 7 ദിവസത്തെ ഓട്ടം മാത്രമുണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട്. ഒരേ വേഷം വേണ്ട നമ്മുടെ സ്റ്റിയറിംഗ് ഇരിക്കണം. പുള്ളിക്കാരൻ വൈഫിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ റേഞ്ച് കട്ടായി പോലെ. അതുപോലെ പഴയ ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേര് ഷിഫ്റ്റ് ആയതിൻ്റെ പേരിൽ മാറിയിരിക്കുകയാണ്. നാഗരാജ് അതുപോലെ കാസി, പിന്നെ നമ്മുടെ സ്രാങ്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എല്ലാരും ഫോണിലാണ്. കാരണം ഇപ്പൊ റേഞ്ച് കട്ടാവണതിന് മുമ്പ് വീട്ടിലോട്ടൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ, നമ്മുടെ ബോട്ടിന്റെ ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മ അന്ന് പോയ ആണ്ടവർ എന്ന് പറഞ്ഞ ബോട്ടിൽ തന്നെയായിട്ട് ഇന്ന് പോണത്. കടലിലേക്ക് ഇറങ്ങണ്, അഴി ഇറങ്ങണം. നമുക്ക് വലയിടേണ്ട സ്ഥലത്തേക്ക് ഓടിപ്പോണ്ട ആ റൂട്ടാണ്ട് ഇട്ടേക്കണ്. ഏകദേശം 286 നോട്ടിക്കൽ മൈൽ ഓടാനായിട്ടുണ്ട് കേട്ടോ. 3 ദിവസം കുറഞ്ഞത് വേണം. അപ്പൊ അവിടെ എത്തിയിട്ട് ഇനിയിപ്പം മീൻ കിട്ടിയാ ഇല്ല എന്നൊക്കെ ഉള്ളത് മറ്റുള്ള ബോട്ടുകളെടുത്ത് നമ്മൾ ചോദിക്കും. കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടട്ടെ. അപ്പൊ ആ ചെറിയൊരു കാറ്റുണ്ട്. അതുപോലെ ആ കാറ്റിനെയൊക്കെ മുറിച്ച് കിടന്ന് നമ്മുടെ ബോട്ട് മുന്നോട്ട് ഇങ്ങനെ കുതിച്ച് പോയിക്കൊണ്ടിരിക്കേണ്ട. കൊച്ചിന്ന് എപ്പോഴൊക്കെ കടലിലേക്ക് പോണ്. അപ്പൊ ഈ ഡ്രഡ്ജർ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ലോങ് ടൈം ഗിൽനെറ്റ് ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഡ്രഡ്ജർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കിടന്ന് നല്ല ഉറക്കായി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റിയറിംഗ് എൻ്റെ അടുത്ത് തന്ന്, പിന്നെ ഞാനിരുന്ന് സ്റ്റിയറിംഗ് വലിയ സ്പീഡിലൊന്നും പോവാത്തതിൻ്റെ പേരിൽ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയ്സിൻ്റെ സ്റ്റിയറിംഗ് ആണ് വെച്ചേക്കണത്. പക്ഷേ ഹൈഡ്രോളിക് കണ്ട നമ്മൾ ജസ്റ്റ് 2 തിരിച്ചാൽ മതി. പിന്നെ കോമ്പസും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതേക്കണ്ട 2 ഡേ 12 അവർ വേണം നമുക്കിപ്പോൾ പോണ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അതും 4.7 നോട്ടിക്കൽ മൈൽ സ്പീഡ്. അത്രയും സ്പീഡ് വെച്ച് മാത്രമുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. സ്പീഡ് കുറഞ്ഞും മാറിയൊക്കെ വരും. കാരണം ഈ വെള്ളത്തിൻ്റെ വലിവും കാറ്റിൻ്റെ ഇതൊക്കെ അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ വരോട്ടെ. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 3-3.5 മണിക്കൂറായിട്ടാ. അപ്പൊ നമ്മ പിന്നിട്ടേക്കണ കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 നോട്ടിക്കൽ മൈലോളം നമ്മ പിന്നിട്ടുണ്ടാവും. ഈ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പയ്യാണ്. അതായത് 4.5 അത്രയും നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ ബോട്ട് പോകണേട്ടോ. നമ്മുടെ നാടൻ ബോട്ടുകൾ പോലെ അത്രയും സ്പീഡിൽ പോലെ ഡീസൽ ലാഭിക്കാൻ വേണ്ടിട്ടാ. സൺസെറ്റ് ഓക്കെ ആകാശം കണ്ടെങ്ങനെയുണ്ടെന്ന് നോക്കി. സൂര്യൻ പയ്യെ അവിടെ താന്നു തന്നെയുണ്ട്. കണ്ട കാറ്റിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. കാറ്റ് അതുപോലെ തന്നെ ഇങ്ങനെ വേഗത്തിൽ വീശി അടിച്ചോണ്ടിരിക്കുകയാണ്. എത്ര നാളീ കടലില് ആലോചിച്ചിട്ട് തന്നെ എന്തോ ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ.
കുഴപ്പമില്ല, എന്തായാലും വന്നൂല്ലേ. നനഞ്ഞ് ഇനി കുളിച്ച് കയറാണ്ട് വേറെ വഴിയില്ല അല്ലേ വാസി? നനഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് കയറണം അല്ലേ? ആമാ, കടൽ മേലെ. ആ, നനഞ്ഞാ കുളിച്ച് കയറണമെന്ന് പറയുമ്പോ പറയണ കടലിന്റെ മേലെയാണോ? അറിയില്ല മലയാളം അങ്ങനെ. എന്നെയും കൂട്ടി 11 പേരാണ്ട ഈ ബോട്ടിലുള്ളത്. ഏകദേശം 18-നും 28-നും പ്രായമുള്ളവരാണ് കൂടുതലും ഈ ബോട്ടിലുള്ളത്. അപ്പോൾ അത് ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യണ് നമുക്ക് രാത്രിയിലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കടലിൽ വരുമ്പോൾ വേറെ കളർ മിക്സിന്റെ ആവശ്യമൊന്നുമില്ല. നോക്കി, നാച്ചുറൽ ഗ്രേഡിംഗ് ആണ് ഈ കാണുന്നത്. വലയുടെ മുകളിലുള്ള കവറെല്ലാം മാറ്റി പലകകളെല്ലാം സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലിട്ട് ഇതേ വല ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വലയാണ് നമ്മൾ കടലിലേക്ക് ഇടണേട്ടാ. ഇത് മൊത്തത്തിൽ 9 സെറ്റ് വലയുണ്ട്. ഒരു സെറ്റ് വല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.5 ഞോട്ടിക്കൽ 1.20 അങ്ങനെയൊക്കെ വരും കേട്ടോ. 14 ഞോട്ടിക്കൽ നമ്മൾ എപ്പോഴും ഇളക്കൂലട്ടാ. അതായത് വെതറും അതുപോലെ മീൻ കിട്ടുന്ന ഇതെല്ലാം നോക്കിയിട്ട് കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ ഫുള്ള് ഇറക്കി വിടുള്ളൂ. മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ എന്തായാലും അവിടെ എത്തുന്നവരെ പച്ചക്കറി തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ചന്ദ്രൻ മുകളിൽ നിൽക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഈ ബോട്ടിൽ പോയാൽ പുറത്താണ്ട കിടക്കണം. പുറത്ത് ഒരു ചെറിയൊരു ടർപ്പായ വിരിച്ച് ആ ടർപ്പായൽ ഇങ്ങനെ കിടക്കാനായിട്ട് നല്ല രസമാണ്, ആകാശവും കൊണ്ട് കിടക്കാനായിട്ട്. ഇപ്പം നല്ല നിലാവുണ്ട്, നോക്കി എന്താ ഭംഗി നോക്കി രാത്രിയിൽ കടൽ കാണാനായിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറിയും ചോറും ഉണ്ട്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ കുക്കിംഗ് മാസ്റ്റർ ആയിരുന്ന നാഗരാജന് ബോട്ടിൽ വെച്ചൊരു ആക്സിഡന്റ് പറ്റിയതിൻ്റെ പേരിൽ പുള്ളിയല്ല ഈ പ്രാവശ്യം കുക്കിംഗ് അല്ല, വേറൊരു അണ്ണനാണ്, രമേശ് അണ്ണൻ. മുട്ടക്കറി ചോറ് ഇവിടെ റെഡി. ഇനിയപ്പോൾ അത് നേരെ എടുത്ത് കഴിക്കുക. എന്നിട്ട് നേരെ കിടന്നുറങ്ങാട്ടോ. നല്ല ക്ഷീണമാണ്, രാവിലെ എണീക്കാം നമുക്ക്. രാവിലെ എണീറ്റപ്പോഴേക്കും നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട. മഴക്കാരുണ്ട്, മഴ പെയ്യണില്ല. അതുപോലെ അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചും വന്നുണ്ട്. ഇപ്പം ഏകദേശം കരയിൽ നിന്ന് നമ്മൾ മൈലുകൾ താണ്ടിയാണ്ട വന്നേക്കണ്. ഡീപ് സീയിലേക്ക് നമ്മൾ എൻ്റർ ആവാൻ പോയിക്കൊണ്ടിരിക്കണം. അപ്പം രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഇവിടെ അണിയത്തന്നെ ഇരിക്കണ്ട. ചായ കുടിയണ്ട. ഈ ബോട്ട് നിൽക്കണ ആഴത്രയും അറിയോ നമുക്ക്? അല്ലേ, കണ്ടോട്ടെ, 1130 1400 ഭാഗം, അത്രയും ഭാഗം 1000 ഭാഗങ്ങളും ഉണ്ട് കേട്ടാ. കടലിൽ നിന്ന് നമ്മ പുഴയിലേക്ക് കയറി കഴിയുമ്പോൾ ഈ പുഴയിൽ ഈ പറഞ്ഞ പോലെ വേസ്റ്റുകൾ ഉണ്ടാകും. അത് ഈ പങ്കേമ ചുറ്റും വലയുടെ പീസുകൾ, റോപ്പുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ചുറ്റുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ വലി കുറയും, ഡീസൽ കൂടുതൽ കത്തുകയും ചെയ്യും. കടലിലേക്ക് നമ്മൾ തിരിച്ച് പണിക്ക് വരുമ്പോൾ കുറച്ചുള്ളിലേക്ക് ഓടിക്കഴിയുമ്പോഴേക്കും വെള്ളത്തിന്റെ കളർ മാറും. അപ്പോൾ ഒരാൾ നേരെ വെള്ളത്തിലിറങ്ങി പങ്കേമ പോയി നോക്കും പങ്കയിൽ എന്തെങ്കിലും ഉണ്ടാന്നുള്ളത്. എന്തെങ്കിലും പങ്കയിൽ ഇരിപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഉള്ളിൽ പോയിട്ട് അത് ചെത്തിക്കളയോട്ടാ. പിന്നെ കാറ്റും കോളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും വേണം നിൽക്കാനായിട്ട്. കാരണം ഈ ബോട്ട് ഇങ്ങനെ പൊക്കിയെടുത്തടിക്കുമ്പോൾ നമ്മുടെ തലയിലായിരിക്കും വന്ന് വീണ്. അപ്പം നമ്മുടെ ബോട്ടിന്റെ പങ്കേമതെ ചെറിയൊരു റോപ്പ് കുടുങ്ങി കിടക്കണ്ടായി. അങ്ങനെ അതെല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാ. അപ്പം നമ്മുടെ കൂട്ടബോട്ട് ഏറ്റവും അങ്ങകലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്രയും ഡീപ് സീൽ നമ്മൾ പണിക്ക് പോയി കഴിയുമ്പോൾ എപ്പോഴും 1-2 ബോട്ടുകൾ ഉണ്ടാവട്ടെ. ഇപ്പം നമ്മുടെ കൂടെ ഒരു ബോട്ടുള്ളൂ, നമ്മുടെ കമ്പനി ബോട്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യമോ അപകടമോ പറ്റിക്കഴിഞ്ഞാൽ ഒറ്റക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും 2-3 ബോട്ടുകൾ ചേർന്നായിരിക്കുള്ളൂ ഇത്രയും ഡീപ് സീലൊക്കെ പണിക്ക് പോകണേട്ടാ. ഇനിയിപ്പോൾ വല ഇടുന്ന സ്ഥലം വരെ ഇവർ ഈ വല കെട്ടിക്കൊണ്ടിരിക്കട്ടെ. ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാവും ഓരോ സെറ്റ് വലയിൽ. അപ്പോൾ അതിവിടെ വല തുന്നി സെറ്റ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഷിപ്പ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഉണ്ട് കാണാൻ. നോക്കി കണ്ട, ബോട്ടിന്റെ സ്പീഡല്ലട്ടാ കപ്പല് ജെറ്റ് ഇട്ടായിരിക്കുള്ളൂ പോകണം. അതായത് ഏകദേശം 14-15 നോട്ടിക്കൽ മൈൽ സ്പീഡെങ്കിലും കുറഞ്ഞതുണ്ടാവും ഇതുപോലത്തെ ഷിപ്പുകൾ കേട്ടാ. അതായത് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പോയിക്കഴിഞ്ഞാലും 22, 25, 28 ആ ഒരു കിലോമീറ്റർ പെർ ഹവറിലായിരിക്കുള്ളൂ ഇത്രയും വലിയ ഷിപ്പ് കടലിൽ കൂടെ പോണേട്ടാ. என் நண்பன் പൊറോട്ടയും ചാറും കൂട്ടി കഴിക്കുന്നത്. காசி முட்டை பொரிச்சிட்டு இருக்கு. முட்டை பொரியல் அல்ல, நாகராஜன் மிஸ் பண்ணது. செல்வங்க முட்டை பொரிச்சிட்டு இருக்கு. ഞങ്ങളുടെ കിച്ചൺ, ചെറിയ കിച്ചൺ.
കുറച്ചുള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ഓട്ടച്ചൂണ്ട വെറുതെ ബോട്ടിന്റെ ബാക്കിൽ കെട്ടിയിടോട്ടാ. ഈ ചൂണ്ട ഇങ്ങനെ ഓടി വരുമ്പോൾ മീൻ വേറെ ഏതോ മീനാണെന്ന് വിചാരിച്ച് നേരെ വന്ന് നമുക്ക് അടിക്കും. അങ്ങനെ നമുക്ക് മീനെ ചൂണ്ടയിൽ അടിക്കോട്ടാ. ചൂരയാണ് കൂടുതലും കിട്ടാറുള്ളത് കേട്ടാ. മുട്ട ചിക്കി ചേർത്തിട്ടുണ്ട്, അതുപോലെ ചോറ്, പിന്നെ തലേ ദിവസത്തെ മുട്ടക്കറിയും ഉണ്ട് കേട്ടാ. ശരിക്കും ഈ ബോട്ടിൽ പോകാനായിട്ട് കൂടുതൽ പേരും ഈ മലയാളികൾ കൂടുതൽ പേർക്കും പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫുഡ് മെയിനായിട്ട് ഈ പറഞ്ഞ റൈസ് പൊന്നിയരിയാണ് ഇവർ ഉപയോഗിക്കുന്നത്, ചെറിയൊരു അരി. അതെല്ലാവർക്കും ശരിയാവണമെന്നില്ല, ചിലവർക്കൊക്കെ ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പിന്നെ നാടൻ ബോട്ടിൽ, അതായത് നമ്മുടെ കേരള ബോട്ടിൽ പോയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുടിക്കണ വെള്ളത്തിൽ തൊട്ട് അങ്ങോട്ട് പല കാര്യങ്ങളിലും വളരെ വ്യത്യസ്തമാണ്. ഇവരുടെ ആ ഒരൊപ്പം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സഹനം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 28-30 ദിവസം കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും നമ്മ ഓൾറെഡി ഒരു പ്രാവശ്യം 32 ദിവസം പോയതിന്റെ പേരിൽ നമുക്ക് പരിചയമായി, അതുകൊണ്ട് വീണ്ടും പോയട്ടാ. പിന്നെ വീൽ ഹൗസിന്റെ ഉള്ളിൽ നമ്മ ചവിട്ടിക്കണ പലകടടിയിലത് ഇതുപോലത്തെ ചെറിയ ചെറിയ കള്ളികൾ ഉണ്ടാവട്ടെ. അതിന്റെ ഉള്ളിലാണ് ഇവരുടെ വലടയും അതുപോലെ ചൂണ്ട സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിൽ സേഫ് ആയിട്ടിരുന്നോളൂട്ടാ. സ്റ്റോർ റൂം തുറന്നേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിന്റെ ഓണറിന്റെ മകളുടെ ബർത്ത്ഡേന്റെ പേരിൽ കരയെന്ന് വന്നു കഴിഞ്ഞപ്പോ കേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിട്ടാ. കേക്ക് നമ്മ ഐസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായി, മീനൊന്നുമില്ല. അപ്പൊ ആ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിണ്. അതൊക്കെ ഒരു സന്തോഷമല്ലേ, കടലിലെ കേക്കൊക്കെ മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ലവ് ബ്രേക്കപ്പ് ആയതിന് സന്തോഷം. முதல்ல நம்ம சப்ஸ்கிரைபருக்கு போணும். எல்லாரும் நல்லபடியா சாப்பிடுங்க. அது அவுத்துட்டு வேற கம்பி கிட்டனால രണ്ട് തട്ട് കിടന്നത്, തട്ടെന്ന് വെച്ചാൽ പാത്രം ഉണ്ട്. അതിലൊരെണ്ണം കാറ്റത്ത് വെള്ളത്തിലേക്ക് പോയി, കടലിലേക്ക് പോയി. ഇതേ പോണു ഒഴുകി ഒഴുകി. കൂട്ടനുണ്ട്, അപ്പൊ അവരെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടബോട്ട് ഓടി വന്ന വഴിക്ക് വേറെ ഏത് ബോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ നിന്ന് 2-3 ചൂര വാങ്ങിച്ചിട്ടാ. അപ്പൊ അതിലൊരെണ്ണം നമുക്ക് തന്നെയാണ് ഈ കാണുക. ഇതിങ്ങനെയാണ് കടലിൽ നമ്മ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറുന്നുണ്ടാ. റോപ്പ് എറിഞ്ഞു കൊടുത്ത്, പക്ഷെ കാറ്റുള്ളതിന്റെ പേര് നേരെ കടലിലേക്ക് പോയി. അത് പിന്നെ വീണ്ടും വലിച്ചപ്പം തന്നെ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ നമ്മ പരസ്പരം കൈമാറി. ഇപ്പൊ നമ്മുടെ ബോട്ടിലില്ലാതെ ആ ബോട്ട് തരും, ആ ബോട്ടിലില്ലാതെ നമ്മ കൊടുക്കും. അങ്ങനെയുണ്ടാ നമ്മ കടലിൽ പണിയെടുത്ത് പോണത്. അങ്ങനെ മീനെല്ലാം തന്ന് അവര് നേരെ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ കൂട്ടബോട്ടിലുള്ളവര് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണ് 5 ദിവസം കരയിൽ പോകാൻ 5 ദിവസം ഉള്ളപ്പോൾ ഞങ്ങളുടെ ബോട്ടിലേക്ക് വന്നോന്നാണ്ട് അവര് പറഞ്ഞേക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ബോഡിയാണ്, നമ്മുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ബോഡിയാണ്. ഉറക്കമില്ലാത്ത പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗിൽനെറ്റ് ബോട്ടിലെ പണി. അപ്പൊ ഉറങ്ങിപ്പോവാതിരിക്കാനായിട്ട് ബോട്ടിനകത്ത് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിൽ വന്നനുസരിച്ച് നമ്മത് ഇവിടെ പായ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. അവതെ പൊന്നി പാട്ട് കേട്ട അപ്പ കളിക്കോട്ടെ ഡാൻസ്. അതെ 2 സ്റ്റെപ്പ് അപ്പം തന്നെ ഇട്ട് 11 പേരുണ്ടെങ്കിൽ 11 പേര് മാറി മാറിയാണ്ട സ്റ്റിയറിംഗിൽ ഇരിക്കണത്. സെൽവം ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കിയുണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയ ചൂര വെച്ചിട്ട് ഗ്രേവി എന്ന് പറയട്ടോ. അതായത് മീൻ ആദ്യം വറുത്തെടുത്തിട്ട് അതിനുശേഷം സവാളയും പച്ചമുളകും ഇഞ്ചിയും കുറെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഇവരുടെ ഒരു സ്പെഷ്യൽ കറി. അത് നമ്മുടെ ഇവിടെ റോസ്റ്റാണ് ശരിക്കും. റോസ്റ്റിനകത്ത് പക്ഷെ കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഒരു കുളമ്പ് രൂപത്തിലാക്കി ഇവരുടെ ഭാഷയെ പറയണമെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടിയാനെന്ന് തോന്നുന്നു. കാരണം നല്ല തിക്കായിട്ടിരിക്കുന്നു. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ലൂസായി പോയി കണ്ട.
ഇതാണ് മീൻ ഗ്രേവി എന്ന് ഇവര് പറയുന്നത് കേട്ടാ. മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കഴിച്ചു നോക്കാം. അടിപൊളിയാണോ? ഈ ബോട്ടിന്റെ കരയിലേക്ക് എത്തുമ്പോഴേക്കും കുറെ പേരെ ഞാൻ മലയാളം പഠിപ്പിക്കും. കാരണം എല്ലാവരും ഓരോരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മലയാളം എന്താണെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തൊട്ട് ഞാനും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നാണ്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, 5-8 പാത്രം ഉള്ളൂ. അപ്പോൾ പാത്രം കാണാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ തട്ടിൻ്റെ മുകളിൽ, തട്ടെന്ന് പറഞ്ഞ പാത്രം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് 2 പേർക്കുള്ള ഭക്ഷണം എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ എപ്പോഴും കഴിക്കാറുള്ളത് കേട്ടാ. കാറ് അടിപൊളി. ട്രെയിൻ വന്നിട്ട് 2ാമത്തെ ദിവസോട്ടാ. നിർത്താണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 ദിവസം വേണം നമ്മ വാലിടനോടത്ത് എത്താനായിട്ട്. വൈകുന്നേരമായിട്ട് എല്ലാവരും ചായ പിടിച്ചോണ്ടിരിക്കുകയാണ്. വേറൊരു സംഭവം കാണിച്ചാട്ടോ നിങ്ങൾക്ക്. നോക്കി, സ്വർഗത്തിലേക്കുള്ള വെളിച്ചോണാ കാണുന്നത്. എങ്ങനെയുണ്ട് നോക്കി, അടിപൊളി കാണാനായിട്ട്. എന്താ ഭംഗിന്നറിയോ? ഞങ്ങൾ ഓടിപ്പോണ സമയത്ത് വേറൊരു ഗില്ലറ്റ് ബോട്ട് വലയിട്ട് പോകണ്ടായിട്ടാ. അപ്പൊ നമ്മുടെ ചൂണ്ടളക്കിയൊക്കെയുള്ള ചൂണ്ട വലയിൽ കുടുങ്ങും. അപ്പൊ തന്നെ ചൂണ്ട വലിച്ച് മേളിൽ കയറ്റിട്ട് അപ്പൊ അതിന്റെ റഡാറും പോയേക്കാണ് കാണുന്നത്. കണ്ട കൊടിക്കമ്പിൽ ആ ഒരു റഡാർ ഇരിക്കുന്നുണ്ട്, നമ്മുടെ വല എവിടെയാണെന്ന് കാണാനുള്ളത്. ബോട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെ പോയിട്ടാ. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റണ്ടാവുന്ന സൂക്ഷിക്കണ്ട. അവിടെ ഒരു ചെറിയൊരു പൊട്ട് പോലെ കാണുന്നുണ്ട്, അതാണ് ബോട്ട്. ബോട്ടിന്റെ വലയുണ്ടാ പോയത് നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ കൂടി. സമയം കുറച്ചും കൂടി അങ്ങോട്ട് ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറൊരു ലോകത്തെത്തിയ പോലെ. ഇത് നോക്കി നിങ്ങൾ, എന്താ ഭംഗി നോക്കി. വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മ ഈ 10-28 ദിവസം കടലിൽ കിടക്കാന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ചില കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കണ കാര്യമാണ്, ഒരുപാട് പേർക്ക് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് പറ്റണില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് ഞാൻ അന്നേരം തീരുമാനിച്ചാണ്. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട് പോകാൻ നേരത്തും കടലിൽ നിൽക്കാൻ നേരത്തൊക്കെ. പക്ഷെ അതെല്ലാം നമ്മ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ മറന്നങ്ങോട്ട് പോകും. ഇതിപ്പോൾ രാത്രിയുള്ളൊരു കാഴ്ചയുണ്ട് ഈ കാണണം. നല്ല നിലാവുണ്ട്, നല്ല കാറ്റും, തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് രസമുണ്ട്, അതുപോലെ മുട്ടയുണ്ട്. മുട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേ കഴിയണ വരെ മുട്ട നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് ലൈവായിട്ട് ആവശ്യാനുസരണം നമ്മൾ റെഡിയാക്കി കൊടുക്കും. അതായത് ഇപ്പം ചിക്കി വറക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, അതല്ല ബുൾസൈ ആണെങ്കിൽ ബുൾസൈ ആക്കി കൊടുക്കട്ടെ. അങ്ങനെ രാത്രിയിലത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഉറക്കം. ഇനിയിപ്പോൾ ഈ ഒരു 3 ദിവസം മാത്രം നമ്മ ഈ ഓടിപ്പോണ ദിവസം മാത്രമാണ് ആകെ കിട്ടണ ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി. ബാക്കിയുള്ള 20-25 ദിവസമൊന്നും ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ. അതുകൊണ്ട് ഈ 3 ദിവസം എല്ലാവരും നല്ല രീതിയിൽ കിടന്നുറങ്ങോട്ടെ. 3-ാം ദിവസം രാവിലെ ഇവരുടെ ഒച്ചപ്പാട് കേട്ടാണ്ട് ഞാൻ എണീക്കണത്. വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു ഓട്ടച്ചൂണ്ടയിൽ എന്തോ മീൻ കുടുങ്ങിയിട്ട് ബോട്ട് സ്ലോ ആക്കി ഗിയർ തട്ടിയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മീൻ ഉണ്ടായില്ലേന്ന് അറിയില്ല. വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിറ്റ് പോയിന്നാണ്ടാ പറഞ്ഞത്. മീൻ പോയിന്ന് പറഞ്ഞു. വലകെട്ടൽ ആരംഭിച്ചിട്ടാ. അപ്പൊ പാട്ടിട്ട് കഴിഞ്ഞപ്പോൾ പൊന്നുതേ 2 സ്റ്റെപ്പ് ഇടാനായിട്ട് വീണ്ടും തുടങ്ങിയിട്ടാ. നാഗരാജിനെ തട്ടിയിട്ട് ആടെണ്ണാന്നും പറയുന്നുണ്ട്, അതായത് ഡാൻസ് കളിക്കാനായിട്ട് പറയണ്ട. നമ്മളിപ്പോൾ ഓടി വന്നിട്ട് ഏകദേശം 200 നോട്ടിക്കലോളം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എവിടെ നിന്ന് വന്നാണെന്ന് അറിയില്ല, കൊക്കാണോ അല്ലെങ്കിൽ കടൽക്കാക്കയാണെന്ന് അറിയില്ല കേട്ടോ. അത്രയും ഡീപ്സിയിൽ ഇത്
ഒരെണ്ണം കുറേ നേരമായിട്ട് ഇങ്ങനെ പറന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റുണ്ട്, കാറ്റുള്ളതിൻ്റെ പേരിൽ അതിന് നമ്മുടെ ബോട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബോട്ടിൻ്റെ മുന്നേ വരെ എത്തിക്കഴിഞ്ഞാലും കാറ്റടിക്കുമ്പോൾ തിരിച്ച് വീണ്ടും പതറി അങ്ങോട്ട് പോകട്ടെ. സാമ്പാർ ഒരു രക്ഷയിലിട്ട് ഇവരുടെ സാമ്പാർ നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയതും കേട്ടോ ഒരാൾക്ക്. അതാണ് ഇന്നത്തെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം. സാമ്പാർ നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് കൂടുതലുള്ളതിൻ്റെ പേരിൽ ഫുഡ് കഴിച്ചാൽ കുറച്ച് കൂടുതലായി പോയിട്ടാ. അങ്ങനെ നമ്മുടെ ആ ഒരു കൊക്കുണ്ടല്ലോ, അത് കുറേ നേരത്തെ പരിശ്രമത്തിനിടയിൽ ഇതേ ബോട്ടിൻ്റെ അണിയത്ത് വന്ന് സേഫായിട്ട് ഇവിടെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഓരോരോ ബോട്ടിൽ കയറിയാണ്ട് ആൾ ഇവിടം വരെ എത്തിയേക്കണത്. ചെറുപ്പത്തിലേക്ക് ഈ സൺസെറ്റ് കാണുമ്പോൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ ഉള്ളിലേക്കാണ് സൂര്യൻ പോണേന്നാണ്ട ചിന്തിച്ചിരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ അതേ ആ ഒരു കിഡിലം കാഴ്ചയുണ്ട് ഈ കാണുന്നത് സൺസെറ്റ്. നോക്കി, കാറ്റിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം, നാളെ 3 മണി 3:30 ആകുമ്പോഴേക്കും നമ്മൾ ആ വല വെക്കണ സ്ഥലത്ത് എത്തുമെന്നാണ് ശ്രാങ്ക് പറഞ്ഞേട്ടാ. നമ്മൾ നിർത്താണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് മൂന്നാമത്തെ ദിവസമായിട്ട് രാവും പകലും ഇല്ലാണ്ട് നമ്മൾ നിർത്താണ്ട് ഓടിക്കൊണ്ടിരിക്കേണ്ട ബോട്ട്. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രി നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. കാശി ഇവിടെ ഇരുന്ന് മുട്ടച്ചോറ് തിന്നുന്നു അല്ലേ? സൂപ്പർ. നാളെ വൈകുന്നേരത്തോടെ നമ്മൾ വല വെക്കണ സ്ഥലത്തെത്തോട്ടാ. ചന്ദ്രമാമൻ അങ്ങ് ദൂരെയുണ്ട്. രാത്രിയിലെ സീൻ. ഇപ്പം എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. മുകളിലും മടിയിലൊക്കെ ആയിട്ട് കിടന്നുറങ്ങോട്ടെ. നല്ല നിലാവുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കടലിൽ കാണുന്ന ഒരു കാഴ്ചതേ ഇതാണ് കേട്ടോ. ഇത് കണ്ട നല്ല രീതിയിൽ വെട്ടുണ്ട് കേട്ടോ. നോക്കി, കുറേ പേര് ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പേര് ബോട്ടിൻ്റെ മുന്നിൽ വലയുടെ മുകളിലൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. കണ്ട, പുറത്ത് കിടക്കാൻ നേരത്ത് പുതപ്പ് എന്തായാലും വേണം കേട്ടോ. കാരണം നല്ല കാറ്റായിരിക്കുള്ളൂ, വെളുപ്പിനാവാൻ നേരത്ത് നല്ല തണുപ്പായിരിക്കുള്ളൂ. അപ്പോൾ പുതപ്പില്ലാണ്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല. പക്ഷെ നക്ഷത്രങ്ങൾ അങ്ങനെ ഇല്ല കേട്ടോ. 1-2 നക്ഷത്രങ്ങളുള്ളൂ. നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലല്ല കാണാനായിട്ട് വേറെ ലെവലായിരിക്കുള്ളൂ. കാരണം പൊടിപടലങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലേ നല്ല വിസിബിലിറ്റിയിൽ നമുക്ക് നക്ഷത്രങ്ങൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം നക്ഷത്രങ്ങളില്ല, വളരെ കുറവാണ്. പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് രാത്രിയുള്ള ഒരു വിഷ്വൽസ് ഒക്കെ കാണിച്ചിരുന്നത്. രാത്രിയുള്ള ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത്. സമയം ഒരു 6 മണിയായി വന്നിട്ടാ. കടൽ എങ്ങനെയാണ് കിടക്കണേന്ന് നോക്കി. നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് കണ്ടവർക്ക് മനസ്സിലാവും ഓരോ ദിവസവും കടലിൽ തന്നെ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മൾ ആഴം കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും കടലിൽ തന്നെ വ്യത്യാസം ഉണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഈ പറഞ്ഞ പോലെ ഉൾക്കടലിൽ പുഴ പോലെ ആയിരിക്കുള്ളൂ. പല ഒട്ടുമിക്ക സമയങ്ങളിലും കാറ്റില്ലെങ്കിൽ നമുക്ക് പുഴ പോലെ ആയിരിക്കുള്ളൂ, ഒരു ഓളം പോലും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈ കാറ്റും കോളൊക്കെ വന്ന് തന്നെ ആയിരിക്കുള്ളൂ. നമ്മ എവിടെയും കാണാതെ അത്രയും ഇതായിരിക്കുള്ളൂ ഡീപ് സീൽ ഉണ്ടാവണേട്ടാ. നേരത്തെ സൂര്യൻ കടലിലേക്ക് താന്ന് ഒളിച്ചതേ ഇപ്പൊ കടലിൽ നിന്ന് തന്നെ പൊന്തി വന്നേണ്ടി കാണുന്നത്. ശരിക്കും അതുപോലെ പൊന്തി വന്ന ആ ഒരു ഫീലാണ് കാണുന്നത്. ഇങ്ങനെ നോക്കി ആ ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒട്ടി ഇങ്ങനെ വന്ന പോലെ ഉണ്ടെന്ന് നമുക്ക് തോന്നാം. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ മുകളിലേക്ക് വന്നിട്ട്. അപ്പൊ അത്രയും ദൂരം നമ്മ ഉൾക്കടലിലേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണോട്ടാ. ഏകദേശം 286 നോട്ടിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും 500 കിലോമീറ്ററിന് മേളിലുണ്ട് കേട്ടോ ഡിസ്റ്റൻസ്. അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവരും പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കണം. കുറച്ച് പേരൊക്കെ പല്ല് തേക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നോട്ട് നമ്മുടെ ആട്ടം തുടങ്ങുന്നുണ്ട്. ആട്ടം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയിട്ട് നമ്മൾ തകർക്കാൻ പോയിണ്. ഇനിയുള്ള 20-25 ദിവസമൊക്കെ ഉറക്കമില്ലാത്ത രാത്രികളും പകലുകളും ഉണ്ട്.
അടിച്ചു അടിച്ചു அதுக்கு அணியத்திலே படுத்தெடுக்கிறது സാപ്പിട് சாப்பாடு ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കേണ്ടാവും ഇതിനകത്ത് ഫുഡ് അടിയും ഉറക്കും അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമുള്ള മീൻപിടുത്തൂലേന്ന്. മീൻപിടുത്തം ഇനി അടുത്ത എപ്പിസോഡിലാണ് വന്നത്. കാരണം നമ്മിപ്പോൾ ഈ ഓടിപ്പോയപ്പോഴുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇനിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾ എന്തായാലും കാണണം. കിടിലം കിടക്കാച്ചി വീഡിയോസ് ആണ്. അപ്പോൾ ടാറ്റാ.